ഹായ്ടാ, SLC കുട്ടികൾ പബ്ലിക് എക്സാം വരെ നമ്മളോട് സങ്കടപ്പെട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് സീരീസും പാരലലും. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും പല ആൾക്കാരും പറയാറുണ്ട് ശ്രേണി സമാന്തരം. എടാ, നമ്മൾ ഈ സീരീസും പാരലലുമായി ബന്ധപ്പെട്ട് ഇതുവരെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്ന കാര്യം എന്താ നിങ്ങൾക്ക്, ഒരു 7 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഈ 7 ടൈപ്പ് ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു സർക്യൂട്ട് തരും, ഇവിടെ ഇങ്ങോട്ട് വയ്ക്കും, ഇത് സീരീസ് ആണോ പാരലലാണോ, ശ്രേണിയാണോ സമാന്തരമാണോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൂടെ വയ്ക്കുക, ഏത് ബൾബാണ് നന്നായിട്ട് കത്തുക, ഏതിലാ റെസിസ്റ്റൻസ് കൂടുതൽ, ഏതിലാ പ്രതിരോധം കുറവ്, ആ ടൈപ്പ് ചോദ്യങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കാണാൻ വേണ്ടി പറയും. നാലാമത് കറണ്ട് കണ്ടെത്താൻ പറയും. അഞ്ചാമത് വോൾട്ടേജ് കണ്ടെത്താൻ പറയും. ആറാമത് ഒരു വയറിൽ നിക്രോം തരും, ഒരു വയറിൽ അലൂമിനിയം തരും. ഇങ്ങോട്ട് ആരാ കൂടുതൽ ചൂടാകുക, ആ ടൈപ്പ് ചോദ്യങ്ങൾ. ആൻഡ് അവസാനം ചോദിക്കുന്ന ചോദ്യം എന്താടാ, ഒരു 3 ആൾക്കാർ തിന്നിട്ട് ഒരു 4.5 തരാൻ പറ്റുമോ, ഒരു 9 ഓം തരാൻ പറ്റുമോ, ആ ടൈപ്പ് ചോദ്യങ്ങൾ. ഇതല്ലാണ്ടും ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ 7 ടൈപ്പ് ചോദ്യങ്ങളാണ്. എടാ, ഞാൻ നിങ്ങളോട് നാകെ പറയുന്നൊരു വാക്ക്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 7 ടൈപ്പ് ആൾക്കാർ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പഠിക്കും. മുൻധാരണ ഒന്നും വെച്ച് കാണരുത്, എന്തോ ഇത് വലിയ ആനക്കാരിയാണെന്ന് വിചാരിച്ച് ഈ വീഡിയോ കാണരുത്. സിമ്പിൾ കാര്യമാണ്, വളരെ എളുപ്പമാണ്. ഇതോടുകൂടി നമുക്ക് സീരീസിനോടും പാരലിനോടും ഒരു ഐ ലവ് യു തോന്നണം. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സർക്യൂട്ട്. ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ അത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന്. ആദ്യം സീരീസ് എന്താ പാരലൽ എന്താണെന്ന് അറിയണ്ടേ. എടാ, ഇതേപോലെ വരിയായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. എന്നാൽ ഇതേപോലെ ടൈറ്റാനിക് ഒക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ കണക്ഷൻ. അപ്പം നിങ്ങളായിരിക്കും എക്സാമിന് ഞങ്ങൾ അങ്ങനെ ഇരിക്കുക, ടൈറ്റാനിക് പോലെ പാരലൽ, വരിയായിട്ട് അജാസാറെ പോലെ നിൽക്കുകയാണെങ്കിൽ സീരീസ്, അങ്ങനെ പറയരുത്. എടാ, ഞാൻ പറഞ്ഞൊരു കോമൺ സെൻസ് ഉപയോഗിക്കുക. ഒരു വഴി മാത്രമാണ് കറണ്ടിനുള്ളതെന്നുണ്ടെങ്കിൽ, കറണ്ടിന് വേറെ വഴി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആയിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും കറണ്ട് 2 വഴി കൂടെ പോകേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് പാരലലായിരിക്കും. നമുക്ക് നോക്കാം, ഞാൻ കുറച്ച് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണേ. നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഞാൻ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം സീരീസ് ആണോ പാരലൽ ആണോ എന്ന്. എടാ നോക്കടാ, ഈ ചിത്രം സീരീസ് ആണോ പാരലൽ ആണോ? സാറേ, കറണ്ട് ഇങ്ങനെ വരും, കറണ്ടിന് ഒരു വഴി മാത്രമല്ലേ ഉള്ളൂ. ഒരു വഴി മാത്രമാണെങ്കിൽ ഇത് ഏത് കണക്ഷനാ? സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി. അടുത്ത ചിത്രം വരട്ടെ. സാറേ, കുറച്ച് ടഫുള്ള ചോദ്യം വരട്ടെ. സാറേ, കറണ്ട് ഇങ്ങനെ വരുന്നു, ദാ ഇങ്ങനെ വരുന്നു, അയ്യോ അവിടെ ഒരു വഴി, ഇവിടെ ഒരു വഴി, ഇവിടെ ഒരു വഴി. കറണ്ടിന് തിരിയേണ്ട ആവശ്യം വന്നു. കറണ്ടിന് 2-3 വഴികളെ കണ്ടു. അങ്ങനെയാണെങ്കിൽ അത് ഏത് കണക്ഷൻ ആയിരിക്കടാ? പാരലൽ കണക്ഷൻ. അടുത്ത ചിത്രം നോക്ക്, 2 ചിത്രം ഒരുമിച്ച് തരിക. ഈ ചിത്രം ഏത് കണക്ഷനാണ്, ഈ ചിത്രം ഏത് കണക്ഷനാണെന്ന്. ചില ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, ആഹാ ഇത് പാരലൽ ആണല്ലോ സമാന്തരാണല്ലോ എന്ന്. അല്ല, ഇവിടെ നോക്ക്, കറണ്ട് ഇങ്ങനെ വരികയാണേ, അയ്യോ ചേട്ടാ, കണ്ടോ, ഒരൊറ്റ വഴി മാത്രമാണ്. ഒരു വഴി മാത്രമാണെങ്കിൽ ഇത് എന്ത് കണക്ഷനാടാ? സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി. ഇനി ഈ ചിത്രം നോക്ക്, ദാ കറണ്ട് ഇങ്ങനെ വരുന്നു, പോസിറ്റീവ് എന്ന് വരുന്നു, ചേട്ടാന്ന് പറഞ്ഞിട്ട് വരുന്നു, എന്ന് പറഞ്ഞിട്ട് വരുന്നു, അയ്യോ സാറേ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അപ്പോൾ ഇത് ഏത് കണക്ഷനാ? പാരലൽ കണക്ഷൻ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ചോദ്യം കൂടി, ദാ ഈ ചിത്രം അങ്ങോട്ട് തരും, ഇവിടെ നിങ്ങളോട് വയ്ക്കും ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന്. എടാ, പേടിക്കാനൊന്നുമില്ല. മേലെയും താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പാരലൽ ആണെന്നല്ല. ഇവിടെ നോക്ക്, പോസിറ്റീവ് എന്ന് അങ്ങോട്ട് വരിക, ഒരു വഴി മാത്രമുള്ളത്. അപ്പോൾ അത് ഏത് കണക്ഷനാ? സീരീസ് കണക്ഷൻ. ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എൻ്റെ മക്കൾക്ക്? ഒന്നാമത്തെ പോയിന്റ് പഠിച്ചില്ലേ? സോ ഒരു സർക്യൂട്ട് തന്നാൽ അത് സീരീസ് ആണോ പാരലൽ ആണോ നമ്മൾ തിരിച്ചറിഞ്ഞ്. സോ സിമ്പിൾ. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സീരീസിൻ്റെയും പാരലലിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ ടേബിൾ തന്നെ വരയ്ക്കാം. ഒന്നാമത്തെ പോയിന്റ് റെസിസ്റ്റൻസാണ്. ആർക്കാണ് പ്രതിരോധം കൂടുതലെന്ന്? എടാ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലാടാ. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്ക്, ഒരു കറണ്ടിന് ഇതിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇതിലൂടെ പോകണം. ഇങ്ങോട്ട് ആ ചങ്ങായിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. സാറേ, വെറുപ്പിക്കൽ കൂടുതലാണ് സാറേ, റെസിസ്റ്റൻസ് കൂടുതലാണ് സാറേ, വീട്ടിലെത്താൻ ബുദ്ധിമുട്ട് കൂടുതലാണ്. സോ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് സീരീസിൽ, പ്രതിരോധം കൂടുതലായിരിക്കും. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഇനി ഇവിടെ നോക്കടാ, കറണ്ട് കൊണ്ടുവിടുക, ഒരു കറണ്ട് പോസിറ്റീവ് എന്ന് വരികയാണെങ്കിൽ ഓർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. ഒരാളെ മേത്ത് കൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് വീട്ടിലെത്താൻ പറ്റും. സോ സാറേ, വീട്ടിലെത്താൻ വളരെ എളുപ്പമാണ്. അവിടെ പ്രയാസം വളരെ കുറവാണ് സാറേ, റെസിസ്റ്റൻസ് വളരെ കുറവാണ് സാറേ, പ്രതിരോധം വളരെ കുറവാണ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഓർക്കണം, റെസിസ്റ്റൻസ് കൂടുതലാവണമെന്നുണ്ടെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആയിരിക്കണം. റെസിസ്റ്റൻസ് മിനിമം ആവണമെന്നുണ്ടെങ്കിൽ അത് ഏത് കണക്ഷൻ ആയിരിക്കണം? പാരലൽ കണക്ഷൻ ആയിരിക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പ്രതിരോധം കൂടുതൽ ശ്രേണിയാണ്, പ്രതിരോധം കുറവ് സമാന്തരമാണ്. ചിലപ്പം കൂടെ എക്സാമിന് വയ്ക്കും, കൂടുതൽ പ്രതിരോധം കിട്ടണമെങ്കിൽ ഏത് രീതിയിൽ കണക്ട് ചെയ്യണമെന്ന്. ശ്രേണി സീരീസ് കണക്ഷൻ. കുറഞ്ഞ പ്രതിരോധം കിട്ടണമെങ്കിൽ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? സമാന്തര രീതിയിലും കണക്ട് ചെയ്യണം. ഹാപ്പി അല്ലേ? സെറ്റ്. എടാ, ഇനി അടുത്ത പോയിന്റ് കറണ്ട്. നിങ്ങൾ പറ, ആർക്കായിരിക്കും കറണ്ട് കൂടുതൽ? സാറേ, പ്രയാസം കൂടുതലാണെങ്കിൽ, വെറുപ്പിക്കൽ കൂടുതലാണെങ്കിൽ, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. സോ നമുക്ക് എളുപ്പം പറയാം,
സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കൂടുതലല്ലേ, ബുദ്ധിമുട്ട് കൂടുതലല്ലേ. സോ അവിടെ കറണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും. കറണ്ട് കുറവാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താടാ, അവിടുത്തെ ബൾബുകളൊക്കെ കുറച്ച് തീവ്രതയിൽ മാത്രമാണ് പ്രകാശിക്കുക. സോ സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് കുറവായിരിക്കും. എന്നാൽ പാരലൽ ആണെന്നുണ്ടെങ്കിലോ, സാറേ പാരലൽ പ്രതിരോധം കുറവാ, വെറുപ്പിക്കൽ കുറവാ, ബുദ്ധിമുട്ട് കുറവാ. പ്രതിരോധം കുറയുമ്പോൾ അവിടെ കറണ്ട് എന്ത് ചെയ്യടാ, കൂടും. കറണ്ട് നന്നായിട്ട് കൂടും. സോ അവിടെ നന്നായിട്ട് എന്ത് ചെയ്യും, ബൾബുകൾ പ്രകാശിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ആ പോയിന്റും കിട്ടി. ഇനി അവിടെ ഒരു പോയിന്റും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സീരീസ് ആണെങ്കിൽ കറണ്ട് തുല്യമായിരിക്കും. നോക്കടാ, ശ്രേണിയാണെങ്കിൽ കറണ്ടിന് വേറെ വഴികളൊന്നുമില്ല. സീരീസ് ആണെങ്കിൽ കറണ്ട് തുല്യമാവും എന്നുള്ള പോയിന്റ് എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാൽ പാരലൽ ആണെങ്കിലോ, പാരലൽ ആണെങ്കിൽ കറണ്ട് തുല്യമാണോ? പാരലൽ ആണെങ്കിൽ കറണ്ട് തുല്യമല്ല. പാരലൽ ആണെങ്കിൽ കറണ്ട് ഇങ്ങനെ വരും, കുറച്ച് ആൾക്കാർ ഇതിലൂടെ പോകും, കുറച്ച് ആൾക്കാർ ഇതിലൂടെ പോകും, കുറച്ച് ആൾക്കാർ ഇതിലൂടെയും പോകും. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് തുല്യമാണ്. ഇതിലൂടെ പോകുന്ന കറണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ടും ഇതിലൂടെ പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. എന്നാൽ സമാന്തരാണെങ്കിലോ, അല്ല സാറേ, കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഭജിച്ച് പോകും, കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരലൽ. നമ്മളെ വീട്ടിലൊക്കെ പാരലൽ കണക്ഷൻ അല്ലേ. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഏത് കണക്ഷൻ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം. സോ പാരലൽ ആണെങ്കിൽ, സമാന്തരാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരേ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ 10 വോൾട്ട് ആണെങ്കിൽ ഇയാൾക്കും 10 വോൾട്ട്, ഇയാൾക്കും 10 വോൾട്ട്, ഇയാൾക്കും 10 വോൾട്ട്. പാരലൽ ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരേ വോൾട്ടേജ് ആയിരിക്കും. എന്നാൽ സീരീസ് ആണെങ്കിൽ അങ്ങനെയല്ല, ഡിഫറൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ, നേരെ കറണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ വോൾട്ടേജ് ആയിരിക്കും. എന്നാൽ പാരലൽ ആണെങ്കിലോ, സാറേ കറണ്ട് വേറെ വേറെയാണ്, പക്ഷെ എല്ലാ ആൾക്കാർക്കും എന്താടാ, സെയിം വോൾട്ടേജാ. വല്ല പ്രയാസമുണ്ടോ? സിമ്പിൾ. അപ്പം നമ്മൾ പ്രത്യേകതയും പഠിച്ച്. അടുത്ത പോയിന്റ് എന്താടാ, അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നോക്കണം കേട്ടോ. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, പിന്നെയും കാണുക. നോട്ട്സ് വേണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ എന്തുണ്ടായിരിക്കും, കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് എന്താടാ, റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറയും. പേടിക്കുകയേ വേണ്ട, റെസിസ്റ്റൻസ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സാറേ 2 ടൈപ്പ് സർക്യൂട്ടില്ലേ, ഒന്നെങ്കിൽ എന്ത് വരും, സീരീസ് കണക്ഷൻ ഉണ്ടാവും. വളരെ എളുപ്പം. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടെത്തുക, R=R1 + R2 + R3. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്, R=RN. R=RN. ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുക, റെസിസ്റ്റൻസ് കണ്ടെത്തുക, സഫല പ്രതിരോധം കണ്ടെത്തുക. വളരെ വളരെ എളുപ്പം, സിമ്പിളാ. വളരെ അങ്ങോട്ട് നോക്കടാ. ഫോർ എക്സാമ്പിൾ, ഇയാളുടെ വാല്യൂ 1 ഓം ആണെന്ന് വിചാരിക്കുക, ഇയാളുടെ വാല്യൂ 2 ഓം ആണെന്ന് വിചാരിക്കുക, ഇയാളുടെ വാല്യൂ 3 ഓം ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര, സഫല പ്രതിരോധം എത്ര? സാറേ എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടുക. 1 + 2 3, 3 + 3 6. വല്ല ബുദ്ധിമുട്ടുണ്ടോ? വളരെ എളുപ്പം. ഇനി എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ, R=RN. R=RN. ഫോർ എക്സാമ്പിൾ, എല്ലാ ആൾക്കാരുടെ വാല്യൂ 10 ഓം ആണെന്ന് ഇരിക്കുക, 10 ഓമിൻ്റെ 5 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഇരിക്കുക, ഇതേപോലുള്ള 5 എണ്ണം ഉണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ സഫല പ്രതിരോധം എങ്ങനെ കാണുക, R=RN. R എന്ന് പറഞ്ഞാൽ എത്ര, ഒന്നിൻ്റെ വാല്യൂ എത്രടാ, ഒന്നിൻ്റെ വാല്യൂ എത്ര, 10 ഇൻറ്റു എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര, 5. 10 × 5 എന്ന് പറഞ്ഞാൽ എത്രടാ, 50 ഓം. 50 ഓം. വളരെ വളരെ സിമ്പിൾ, നോ പ്രോബ്ലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാറേ പാരലൽ ആണെങ്കിൽ എന്താ ചെയ്യാന്ന്? എടാ പാരലൽ ആണെങ്കിൽ എങ്ങനെ കാണുക, പാരലൽ ആണെങ്കിൽ സഫല പ്രതിരോധം കാണുന്ന ഇക്വേഷൻ, ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ, 3 ഇക്വേഷൻ ഉണ്ട്. 3 ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ, 1/R = 1/R1 + 1/R2 + 1/R3. ഇനി 2 ആൾക്കാർ മാത്രമാണെങ്കിലോ, R=R1 R2 / R1 + R2. R1 R2 / R1 + R2. വളരെ സിമ്പിളാണ്. ഇനി എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിലോ, എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ, R=R/N. R=R/N. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടി ചുരുക്കി പറയാം. അങ്ങോട്ട് നോക്ക്, ഒന്നും കൂടി ചുരുക്കി പറയാം. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എന്താ ഇക്വേഷൻ, പൊന്നു മക്കളെ, ശ്രേണിയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. R=R1 + R2 + R3 അല്ലേ. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിലോ, R=RN. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ആപ്പിൽ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ലൈവ് ക്ലാസ്സും നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം, അതിലും നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇക്വേഷൻസ് മാത്രം പഠിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നോക്കടാ, സാറേ പാരലൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക, പാരലൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ 3 ഇക്വേഷൻ ഓർമ്മയില്ലേ, 1/R = 1/R1 + 1/R2 + 1/R3. അല്ലെങ്കിൽ എന്താടാ, 2 ആൾക്കാർ മാത്രമാണെങ്കിൽ R=R1 R2 / R1 + R2. അതും എളുപ്പം. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിലോ സുഹൃത്തുക്കളെ, R=R/N. അതും ഹാപ്പി. അപ്പം നമ്മൾ അതും പഠിച്ചടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കറണ്ട് കണ്ടെത്താനാ പറയാം. സിമ്പിൾ ചോദ്യം, കറണ്ട് കണ്ടെത്താൻ. ഇതാ ഒരു ചിത്രം തരുവേ, ഇങ്ങോട്ട് ചോദിക്കും. സീരീസ് ആണെങ്കിൽ നമുക്കറിയാം എല്ലാ ആൾക്കാരോടുള്ള കറണ്ട് സെയിം ആണെന്ന്. എന്നാൽ പാരലൽ ആണെങ്കിൽ അങ്ങനെയാണോ? അല്ല. പാരലൽ ആണെങ്കിൽ ഓരോ ആൾക്കാർ കൂടിയും കറണ്ട് വേറെ വേറെ ആയിരിക്കും. അപ്പം നമ്മളോട് ചോദിക്കേ, ഒരു ചിത്രം അങ്ങോട്ട് തരും. ഇവിടെ ചിത്രത്തിലുണ്ട്, ഇത് 12 വോൾട്ടാണ്.
ഇയാളുടെ വാല്യൂ 40 ഓം ആണ്, ഇയാളുടെ വാല്യൂ 60 ഓം ആണ്. ഞാൻ വെറുതെ ഇയാൾക്ക് പേരിട്ട്, ഇയാളുടെ പേര് R1 എന്നാണ്, ഇയാളുടെ പേരെന്താ R2 എന്നാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 1, R1 കറണ്ട് എത്രയെന്ന്? R1 കറണ്ട് എത്രയെന്ന് നിങ്ങൾ പറയടാ. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ സാറേ? വീരപ്പൻ എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാ. I = V/R. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കേട്ടോളൂ, ഈ കറണ്ട് കാണാനുള്ള ഇക്വേഷനിൽ ഒന്നാണ് I = V/R. സോ നമ്മൾ എഴുതാൻ പോവാടാ I = V/R. എന്ത് ചോദ്യം സാറേ? V എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലേ 12/R എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്തുക്കളെ, ആരെ മേത്തു കൂടെയുള്ള കറണ്ട് അങ്ങോട്ട് ചോദിച്ച്? R1 കറണ്ട് അല്ലേ? അപ്പൊ R1 വാല്യൂ എത്ര? 40. 12/40. 12/40. വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. 12ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6 ആണ്, 40ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 20 ആണ്. വേണമെങ്കിൽ വീണ്ടും പകുതിയാക്കാം. 6ന്റെ പകുതി 3 ആണ്, 20ന്റെ പകുതി 10 ആണ്. 3/10 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. കറണ്ട് ആയതുകൊണ്ട് ആംബിയർ ആണ്. ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നില്ല, ഞങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് മാത്രം പറഞ്ഞെന്നോ. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി മേലെയും പകുതിയാക്കി താഴെയും പകുതിയാക്കി വേണമെന്നില്ല. ഞാൻ പറഞ്ഞെന്താടാ, കറണ്ട് കണ്ടെത്താനുള്ള മെത്തേഡ് മാത്രം ഒന്ന് പഠിക്കുക. I = V/R. ഇനി വെറുതെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക, R2 കറണ്ട് ചോദിക്കാന്നിരിക്കുക. R2 കറണ്ട് എത്രയെന്ന്? സാറേ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? I = V/R. പറ, വോൾട്ടേജ് എത്ര? സാറേ വോൾട്ടേജ് ഇവരുണ്ട് 12 ബൈ റെസിസ്റ്റൻസ് എത്ര സാറേ? R2 അല്ലേ ചോദിച്ച്? 60. 12/60. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ചെറുതാക്കാം, രണ്ടാൾക്കാരെയും പകുതിയാക്കുക. 12ന്റെ പകുതി 6, 60ന്റെ പകുതി 30 ആക്കിക്കൂടെ? വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. 6ന്റെ പകുതി 3, 30ന്റെ പകുതി എത്രടാ? 15. 30ന്റെ പകുതി എത്രടാ? 15. ഇതിനെ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. 3ൽ എത്ര 3 ഉണ്ട് നോക്കുക, 15ൽ എത്ര 3 ഉണ്ട് നോക്കുക. വേണമെന്നില്ല, എനിക്ക് മെത്തേഡ് മാത്രം മതി. സിമ്പിളാ. അവിടെ നോട്ടെ, ഇവരെയും ചെറുതാക്കണോ? 3ൽ എത്ര 3 ഉണ്ട്? 1. 15ൽ എത്ര 3 ഉണ്ട്? 3, 6, 9, 12, 15. 5. 1/5 ആംബിയർ എന്നായിരിക്കും ഉത്തരം കിട്ടുക. എടാ അതൊന്നും വേണമെന്നില്ല, എനിക്ക് നിങ്ങളെ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നോക്കടാ, പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്കൂടെയും വേറെ വേറെ കറണ്ടാണ് പാസ് ചെയ്യുക. കറണ്ട് കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? I = V/R എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. സെറ്റല്ലേ? എളുപ്പല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, പരിപാടി കഴിഞ്ഞ്. എന്നാൽ എക്സാമിന് ഇതേമാതിരി സീരീസ് കണക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് ചോദിക്കുകയാണേ കറണ്ട് കണ്ടെത്തുക എന്ന്. എടാ ആദ്യം മക്കൾ മനസ്സിലാക്കണം, സീരീസ് ആണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. മൊത്തം കറണ്ട് കണ്ടെത്തിയാൽ മതി. കാരണം സീരീസിൽ വേറെ വേറെ വഴിയുണ്ടോ? ഇല്ല സാറേ, സീരീസിൽ ഒരു കറണ്ട് മാത്രമാണ് സാറേ പോവുക, വേറെ കറണ്ട് ഒന്നുമില്ല സാറേ, ഒരു കറണ്ട് മാത്രമാണ് സാറേ പോവുക. സോ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താടാ? I = V/R. I = V/R. പറ, ഇവിടെ വോൾട്ടേജ് എത്ര സാറേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ വോൾട്ടേജ് 6 വോൾട്ട് ബൈ R. ഇവിടെ നിങ്ങൾ പറയും, ഒരാളുടെ റെസിസ്റ്റൻസ് ആണോ നിങ്ങൾ നോക്കണ്ടേ? അല്ല, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര, R1 കറണ്ട് എത്ര, R2 കറണ്ട് എത്ര. സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ചോദിക്കുകയാണെങ്കിലും മൊത്തം കറണ്ട് സെയിം അല്ലേ? സോ മൊത്തം റെസിസ്റ്റൻസ് ആണ് നോക്കണ്ടേ. ഇതാണ് എക്സ്ട്രാ പോയിന്റ്. നമുക്ക് ഓർക്കണം, സീരീസ് കണക്ഷൻ ആണെങ്കിൽ I = V/R. മൊത്തം വോൾട്ടേജ് ബൈ മൊത്തം റെസിസ്റ്റൻസ്. കാരണം എന്താ? കറണ്ട് സെയിം ആണ്. മൊത്തം വോൾട്ടേജ് എത്ര? 6. ഇനി മൊത്തം റെസിസ്റ്റൻസ് എത്ര? സീരീസ് അല്ലേ? അപ്പൊ മൊത്തം റെസിസ്റ്റൻസ് എങ്ങനെ കാണുക? 2ഉം 4ഉം കൂടി കൂട്ടിയാൽ 6. 2ഉം 4ഉം കൂടി കൂട്ടിയാൽ 6. ചില ആൾക്കാർക്ക് ഇപ്പോഴാണ് സംശയം ഉണ്ടാകുക, അന്താങ്ങൾ ഇത് ഉപയോഗിക്കാത്തത്, അന്താങ്ങൾ ഇത് ഉപയോഗിക്കാത്തതെന്ന്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, വേറെ വേറെ കറണ്ട് അല്ല, കറണ്ട് സെയിം ആണ്. അപ്പം മൊത്തം കറണ്ട് കണ്ടെത്തിയാൽ മതി. മൊത്തം കറണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം വോൾട്ടേജ് ബൈ മൊത്തം റെസിസ്റ്റൻസ് ആണ്. മൊത്തം വോൾട്ടേജ് 6 ആണ്, മൊത്തം റെസിസ്റ്റൻസ് 4ഉം 2ഉം 6 ആണ്. അയ്യോ, 6ൽ എത്ര 6 ഉണ്ട്? 1. 1 ആംബിയർ ആണ് ഉത്തരം. 1 ആംബിയർ ആണ് ഉത്തരം. പരിപാടി കഴിഞ്ഞ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ കാര്യം. പേടിക്കരുത്. ഏതെങ്കിലും ഒരാൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക, പിന്നെ ഒന്ന് കാണുക. കഴിഞ്ഞടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ സാറേ? വോൾട്ടേജ് എങ്ങനെ കാണുകയെന്ന്. എടാ വോൾട്ടേജ് എങ്ങനെ കാണുക? പാരലൽ ആണെങ്കിൽ നമുക്കറിയാം എല്ലാ ആൾക്കാർക്കും സെയിം വോൾട്ടേജ് ആണ് കിട്ടുകയെന്ന്. സീരീസ് ആണെങ്കിൽ എങ്ങനെയാ വോൾട്ടേജ് കാണുക? ആദ്യം നോക്കുന്നത് പാരലൽ. നിങ്ങൾ പറ, ഇയാൾക്ക് എത്ര വോൾട്ടേജാണ് കിട്ടുക? സാറേ പാരലൽ ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും വോൾട്ടേജ് സെയിമാ. അപ്പം ഇയാളുടെ വോൾട്ടേജും 12 ആണ്, ഇയാളുടെ വോൾട്ടേജും 12 ആണ്. ഹാവു, കഴിച്ചിലായി, നോ പ്രോബ്ലം. എന്നാൽ സീരീസ് ആണെങ്കിലോ? നമ്മളോട് വെറുതെ എക്സാമിന് ചോദിക്കാൻ പോണേ, ഇയാളുടെ വോൾട്ടേജ് എത്രയെന്ന്. ഇത് R1 ഞാൻ പേര് കൊടുത്ത്, ഇത് ഞാൻ R2 എന്ന് പേര് കൊടുത്ത്. ഞാൻ കൂടി ചോദിക്കുകയാണേ, R1 വോൾട്ടേജ് എത്രയെന്ന്. ഇതിപ്പോൾ എങ്ങനെ എഴുതുക? R1 വോൾട്ടേജ് എത്രയെന്ന്. എടാ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് ഓൾറെഡി ഒരു ട്രയാങ്കിൾ അറിയാം, വീരപ്പൻ 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 വീരപ്പൻ. സോ V = I × R. V = I × R. സാറേ ആദ്യം നമ്മൾ കറണ്ട് കണ്ടെത്തണ്ടേ?
എടാ ഈ ചിത്രത്തിൽ നമ്മൾ നേരത്തെ കറണ്ട് കണ്ടെത്തി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? I=V/R. അപ്പോൾ നമ്മൾ നേരത്തെ ചിത്രത്തിലൂടെ കണ്ടെത്തിയല്ലോ. സാറേ നമുക്ക് എത്ര കിട്ടി? 1 ആംപിയർ നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ഞാൻ അതേപോലെ എഴുതുകയാണ്, ഇനി വേറെ ചെയ്യാൻ നിൽക്കണില്ല. സോ I എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 1 ആണെന്ന്. അത് എവിടെ നിന്നാണ് കിട്ടി? എടാ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. I=1. R എന്ന് പറഞ്ഞാൽ എത്ര? സാറേ R എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ് അല്ലേ? മൊത്തം റെസിസ്റ്റൻസ് ആണോ ചോദിച്ചത്? അല്ല, R1ലൂടെയുള്ള റെസിസ്റ്റൻസ് അയച്ച്. അപ്പോൾ R1ന്റെ വോൾട്ടേജ് നോക്കുമ്പോൾ R1 കൊടുക്കുക 1 × 2. 1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2 വോൾട്ട്. സിമ്പിളാ, വളരെ എളുപ്പമാണ്. ഒന്നും കൂടി ഞാൻ പറയാം, സിമ്പിളാണ്. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് ചോദിക്കുകയാണ് 2 ഓമിൻ്റെ വോൾട്ടേജ് എത്രയാണ്. ഇവൻ്റെ വോൾട്ടേജ് ചോദിക്കുകയാണെങ്കിൽ വോൾട്ടേജ് സെയിം ആണോ? അല്ല, വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടി? V = I × R. ഇതിലൂടെയുള്ള കറണ്ട് ഇൻറ്റു ഇതിലൂടെയുള്ള റെസിസ്റ്റൻസ് അല്ലേ? ഇതിലൂടെയുള്ള കറണ്ട് എത്ര? നമ്മൾ നേരത്തെ കണ്ടെത്തി 1 ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്ര? 2 ആണ്. സോ 1 × 2 എന്ന് പറഞ്ഞാൽ എത്രടാ? 2. കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. ഇനി ഇവിടെ ഞാൻ വെറുതെ ചോദിക്കുകയാണേ, അയ്യോ ഇതല്ലേ R2. R2വിൻ്റെ വോൾട്ടേജ് എത്രയാണ്? അടാ വോൾട്ടേജ് കാലിക്വേഷൻ എന്താ? V = I × R. സോ ഇവിടെ എത്ര വോൾട്ടേജ് ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഇതിൻ്റെ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ്. പറ, ഇതിൻ്റെ കറണ്ട് എത്ര? സാറേ കറണ്ട് സെയിം ആണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയതാ 1 ആണ്. 1 × ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രടാ? 4. ഒരു 4 എത്രടാ? 4 വോൾട്ട്. ഒരു 4 എത്രടാ? 4 വോൾട്ട്. കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. സോ സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും വോൾട്ടേജ് കണ്ടെത്താനും നമ്മൾ പഠിച്ച്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലാത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. നിക്രോം എന്ന് പറഞ്ഞൊരു സാധനം എക്സാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന്? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിക്രോം ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടി? സാറേ നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. നിക്രോം എന്നുള്ള വാക്ക് കണ്ടാൽ മനസ്സിലാക്കിക്കോ, ഓനക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, പ്രതിരോധം കൂടുതലാണെങ്കിൽ കറണ്ട് എന്തായിരിക്കടാ? കുറവായിരിക്കും. നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, സോ കറണ്ട് കുറവാണ്. റെഡി, അതും കഴിഞ്ഞ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ. ഒരു 3 ആൾക്കാരെ തന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, ഒരു 4 ഓം ഉണ്ടാക്കാൻ പറ്റുമോ? 5 ഓം ഉണ്ടാക്കാൻ പറ്റുമോ? 6 ഓം ഉണ്ടാക്കാൻ പറ്റുമോ? 7 ഓം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കും. അത് ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ടാവും. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലൈവിൽ ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടി? ഒന്നെങ്കിൽ 2 ആൾക്കാരെ പാരലായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ഒരാളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. 2 ആൾക്കാരെ സമാന്തരം, ഒരാൾക്കാരെ ശ്രേണി. മിക്കവാറും ഇതിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടി? 2 ആൾക്കാരെ സമാന്തരമായിട്ട് വെക്കുക, ഒരാളെ ശ്രേണിയായിട്ട് വെക്കുക. ഇതോട് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങളായിരിക്കും സാറേ എക്സാമ്പിൾ കാണിച്ചു തരുമെന്ന്. ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ വരും. സോ ഗൈസ്, ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഒന്നും കൂടി ഞാൻ പറയുന്നു, സീരീസ് ആയിട്ട് 2 സീരീസ് ആയിട്ട് വെക്കുക, ഒന്ന് വേണമെങ്കിൽ പാരലായിട്ട് വെക്കുക, അല്ലെങ്കിൽ 2 പാരലായിട്ട് വെക്കുക, ഒന്ന് എങ്ങനെ വെക്കുക? സീരീസ് ആയിട്ട് വെക്കുക. ഇത്രയുള്ളൂ നമ്മളെ പരിപാടി. സോ ഗൈസ്, ഇതാണ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം. സർക്യൂട്ടുമായി ക്ലീശ എക്സാമിന് വയ്ക്കുന്ന ചോദ്യം. ഈ ബുദ്ധിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് പരമാവധി പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പൊളിച്ചടക്കും. റെഡി അല്ലേ? സോ ഗൈസ്, പ്രാക്ടീസ് ആൻഡ് സീ യു ഇൻ ദി ലൈവ്. ബൈ.